everyone, welcome back to my channel Sahana's Vlog. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ മിസ്സായിട്ടുണ്ടായിരുന്നു പറയാൻ. വേറെ ഒന്നുമല്ല, എനിക്ക് എക്സാം ആയതുകൊണ്ട് എനിക്ക് അത്രയും ഡെപ്തിൽ പോയിട്ട് വീഡിയോ എടുക്കാനുള്ള ടൈം കിട്ടിയില്ല, ഞാൻ പ്രിപ്പേർഡും അല്ലായിരുന്നു. സോ നമുക്ക് ചുമ്മാ വന്ന് വീഡിയോ എടുക്കാൻ ഉള്ള ഒരു ഇതല്ലല്ലോ കാര്യം, ഇത് എഡ്യൂക്കേഷൻ്റെ കാര്യമല്ല, പ്രത്യേകിച്ച് എൻട്രൻസ്. സോ ഞാൻ ഇന്ന് വെൽ പ്രിപ്പേർഡാണ്. ഓക്കെ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ആ വെബ്സൈറ്റിൽ കയറി ചെക്ക്, ഈ വെബ്സൈറ്റിൽ കയറി ചെക്ക്, ഇതാണ് എൻട്രൻസിൻ്റെ വെബ്സൈറ്റ് എന്നൊക്കെ കുറേ ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ വെബ്സൈറ്റ് ഏതാണെന്ന് മാത്രം ഞാൻ പറഞ്ഞില്ല, ആരും എന്നോട് ചോദിച്ചില്ല. പക്ഷേ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ട സമയത്ത് വെബ്സൈറ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. മേ ബി അത് നോക്കിയവർക്ക് കിട്ടിയേക്കാം. സോ നമ്മുടെ വെബ്സൈറ്റാണ് ഞാൻ ആദ്യം പറയുന്നത്. www.ce.kerala.government.in എന്നാണ് നമ്മുടെ വെബ്സൈറ്റ്. സോ ഇതാണ് നമ്മുടെ വെബ്സൈറ്റ്. എനിവേ, ഞാനിപ്പോൾ വന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഓൺലൈൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിരുന്നു. നമ്മുടെ 26 ജൂലൈ ടു ഓഗസ്റ്റ് 2 വരെയാണ് ലാസ്റ്റ് ഡേറ്റ്. 5 മണിക്ക് ശേഷം അപ്ലോഡ് ചെയ്യാനോ രജിസ്റ്റർ ചെയ്യാനോ ഒന്നും തന്നെ പറ്റില്ല. 2-ാം തീയതിക്ക് ശേഷം, 2-ാം തീയതി 5 മണിക്ക് ശേഷം. ഓക്കെ, സോ നമ്മൾ ഈ ഓൺലൈൻ രജിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ മെയിൻലി അത് 5 സ്റ്റെപ്സ് ആണ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് രജിസ്ട്രേഷൻ, സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫിൽ ആപ്ലിക്കേഷൻ, തേർഡ് സ്റ്റെപ്പ് പേയ്മെൻറ്റ് നടത്തുക, ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അപ്ലോഡ് ഇമേജ് സർട്ടിഫിക്കറ്റ്സ് ആൻഡ് ഫിഫ്ത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കുക എന്നുള്ളതാണ്. സോ ഈ ഫസ്റ്റ് സ്റ്റെപ്പിൽ വി ഓൾ നോ ദാറ്റ് രജിസ്ട്രേഷൻസ് ആൻഡ് ആപ്ലിക്കേഷൻ നമ്മൾ ഫിൽ ചെയ്യുന്നു. ദിസ് ഈസ് ഓൺലൈൻ ആപ്ലിക്കേഷൻ, ദിസ് എ ഫോർമാറ്റ് ഓഫ് ഓൺലൈൻ രജിസ്ട്രേഷൻ ആൻഡ് ഓൾ. സോ നമ്മൾ അത്രയും കാര്യങ്ങൾ ചെയ്യാം. ഇനി നമ്മൾ കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ പറഞ്ഞിരുന്നു നമ്മൾ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളും അപ്ലോഡ് ചെയ്യും. വേറെ ഒന്നുമല്ല, 5 year LLB ആകുമ്പോഴത്തേനും നമ്മുടെ +2 സർട്ടിഫിക്കറ്റ് ഒറിജിനൽ അപ്ലോഡ് ചെയ്യുക. നമ്മുടെ ഡിഗ്രി കഴിഞ്ഞവർ 3 year LLB ആണെന്നുണ്ടെങ്കിൽ ഡിഗ്രി കഴിഞ്ഞവരാണ്. സോ അവരെന്ത് ചെയ്യുക, അവരുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ്സ് ആണ് വെക്കുന്നത്. സോ ഇതുപോലത്തെ നേറ്റിവിറ്റി ആയാലും അങ്ങനെ കുറേ സർട്ടിഫിക്കറ്റ്സുകൾ നമ്മൾ ഇന്ന ആളാണ് എന്ന് നമ്മുടെ ഐഡൻറ്റിറ്റിക്ക് വേണ്ടി നമ്മൾ കുറേ കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സോ അതെല്ലാം പല ഒരു ഗവൺമെൻറ് ഓഫീസസിൽ നിന്ന്, പല അതോറിറ്റികളിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. ഫോർ എക്സാമ്പിൾ വില്ലേജ് ഓഫീസ്, തഹസീൽദാർ, അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്ത്, അങ്ങനെ കുറേ കാര്യങ്ങളിൽ നിന്നാണ് നമുക്ക് ഈ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ അലോട്ട് ചെയ്തിട്ടുണ്ട്. സോ മെയിൻലി നിങ്ങൾ ഈ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചെയ്യാൻ ഓൾറെഡി പറയേണ്ടായിരുന്നു. ഐ എം റിയലി സോറി, എനിക്ക് ടൈം കിട്ടാത്തതുകൊണ്ടാണ്. ഇനി അപ്ലോഡ് ചെയ്യാനും 2-3 ദിവസം സമയമുണ്ടല്ലോ. സോ ഇനി ചെയ്യുന്നവരുടെ കാര്യമാണ്. സോ നമ്മൾ ആ ഒരു അതോറിറ്റി, അത് അവരുടെ സീലുണ്ടോ, അവരുടെ മെയിനായിട്ടുള്ള ആളുടെ സൈൻ ഉണ്ടോ, ഇതൊക്കെ നമ്മൾ ചെക്ക് ചെയ്തിട്ട് ഈ അപ്ലോഡ് ചെയ്യുന്ന സാധനം ക്ലിയർ ആണോ ചെക്ക് ചെയ്തിരിക്കുന്നത് ചെക്ക് ചെയ്യാം എപ്പോൾ നമ്മൾ വൈൽ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത്. ആൻഡ് നമ്മൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഇടുന്നുണ്ട്. സോ ഈ പാസ്പോർട്ട് സൈസ് ഫോട്ടോയും നമ്മുടെ സൈൻ നമ്മളൊരു വൈറ്റ് പേപ്പറിൽ ഇട്ടിട്ട് അത് പ്രിൻ്റ് ചെയ്താണ് അപ്ലോഡ് ചെയ്യുന്നത്. സോ അത് ക്ലിയർ ആണോ എന്ന് ചെക്ക് ചെയ്യുക. സോ ദീസ് ആർ ദ ബേസിക് തിങ്സ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അത്രയും ചെയ്യാം. ഇനി നിങ്ങൾ ഈ അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. നമ്മുടെ 2 മെയിൻ ആയിട്ടുള്ള എലിജിബിലിറ്റി എന്ന് പറയുന്നത്, ഒന്ന് നമുക്ക് ഏജ് ലിമിറ്റേഷൻ ഇല്ല, ബട്ട് 17+ ആയിരിക്കണം. 18 or 17+. 5 year കേസാണെന്നുണ്ടെങ്കിൽ 5 year ആണല്ലോ തുടക്കം LLBൻ്റെ. സോ അവരാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് +2 കഴിയുക, യോഗ്യത നേടിയവരായിരിക്കണം. ആൻഡ് അതുപോലെ തന്നെ പിന്നത്തെ ഒരു എലിജിബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്ത്യൻ സിറ്റിസൺ ആണെന്ന് പ്രൂവ് ചെയ്യുന്ന ഒരു സർട്ടിഫിക്കറ്റാണ് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്സ്. സോ അതില്ലാത്തവർ മസ്റ്റായിട്ടും അത് എങ്ങനെയെങ്കിലും ഈ 2-3 ദിവസങ്ങളിൽ തപ്പി കിട്ടത്തില്ല. നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ ഓൾറെഡി ഞാൻ ഈയിടെ ഒരു വീഡിയോ ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, ലാസ്റ്റ് വീഡിയോയിൽ വരുന്ന സാധ്യതയുണ്ട്. സോ എല്ലാവരും പോയി പേപ്പർ വർക്ക്സും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ചെയ്ത് വെച്ചോളാൻ. ഞാൻ ആ ടൈം ടേബിളിൻ്റെ വീഡിയോയിൽ ഐ തിങ്ക് ആ വീഡിയോയിലാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അത് ചെയ്യണമായിരുന്നു. ഇനി ചെയ്യാൻ ടൈം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പോയി റിക്വസ്റ്റ് ചെയ്യുമോ, ഒരു അർജൻറ്റ് ആണെന്ന് പറഞ്ഞാൽ മേ ബി ചെയ്തുതരും. വേറെ ഒന്നുമല്ല, നമ്മുടെ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ ഗവൺമെൻറ് ഓഫീസിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അവർ ഭയങ്കരമായിട്ട് എന്താ പറയുക, നമ്മളിട്ടങ്ങ് വലട്ടിക്കളയും. അല്ലെങ്കിൽ അവർ വലട്ടും, മീൻസ് അലട്ടുക എന്ന് പറയത്തില്ല, അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമ്മളായിട്ട് ഓട്ടിക്കും. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ കഴിവതും എല്ലാം നേരത്തെ തന്നെ ചെയ്തു വെക്കാൻ ശ്രമിക്കുക. അതാണ് ഞാൻ ഓൾറെഡി ആദ്യം നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. ഇവർ എഡ്യൂക്കേഷൻ പർപ്പസ് ആണെന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് നമ്മളൊരു പുച്ഛം മാത്രമാണ്. സോ അവരൊന്നും പഠിക്കാണ്ടാണ് ഒരു ഓഫീസിൽ വന്നിരിക്കുന്നത്. അവരൊന്നും ഇതിലൂടെ ഗോ ത്രൂ ചെയ്യാത്തവരെ പോലെയാണ് അവരുടെ ഓരോരോ സ്വഭാവ രീതികൾ കണ്ട്. ഞാൻ നല്ല രീതിക്ക് എക്സ്പീരിയൻസ് ചെയ്ത ഒരാളാണ്. സോ നല്ലവരും ഉണ്ട്, ഇല്ല നല്ല ഓഫീസേഴ്സ് ഉണ്ട്, നല്ല സ്ഥാപനങ്ങളുണ്ട്, അല്ലാത്ത ചീത്തയും ഉണ്ട്. ഒരു നല്ലതും ഒരു ചീത്തയും ഉണ്ടാവുമല്ലോ. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നമ്മൾ നേരത്തെ കൂട്ടായി ചെയ്യണമായിരുന്നു.
ആൻഡ് നമ്മൾ ഇന്ത്യൻ സിറ്റിസൺസിനാണ് നമ്മൾ കേരള ലോ എൻട്രൻസ് കൂടുതലെന്നാൽ അവർക്ക് എലിജിബിൾ ആയിട്ടുള്ള ആളുകൾ. ആൻഡ് ഇനി നമുക്ക് ഡോക്യുമെൻറ്റ്സിലേക്ക് വരാം. സോ ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുമ്പോഴത്തേനും മെയിൻലി നമ്മുടെ ഏജ് തെളിയിക്കുന്ന ഒരു ഡോക്യുമെൻറ്റ്. ഫോർ എക്സാമ്പിൾ നമ്മുടെ SSLC സർട്ടിഫിക്കറ്റ് ആവാം, നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ആവാം. സോ ഇനി പറയുന്ന ഡോക്യുമെൻറ്റ്സിൻ്റെ എല്ലാം ഒറിജിനൽ കോപ്പി ആയിരിക്കണം നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത്, ട്രൂ കോപ്പി. ഓക്കെ. സോ നമ്മുടെ ഫസ്റ്റ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഏജ് പ്രൂഫ് തെളിയിക്കുന്ന ഒന്നെങ്കിൽ SSLC അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ്. നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങൾ അക്ഷയ സെൻറ്റർ ത്രൂ ആയിരിക്കുമല്ലോ ചെയ്യുന്നത്. സോ നിങ്ങൾ ഇത് രണ്ടും കൈക്കഴുതിക്കോളുക. ദെൻ എന്ന് പറഞ്ഞാൽ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ആണ്. സോ നമ്മൾ ഇന്ത്യൻ സിറ്റിസൺ ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ദെൻ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ +2 സർട്ടിഫിക്കറ്റ് ആണ്. നമ്മുടെ ഹയർ സെക്കൻഡറി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ സെക്കൻഡറി സ്കൂൾ സർട്ടിഫിക്കറ്റ് അത് മസ്റ്റ് ആയിട്ടും നിങ്ങൾ കയ്യിൽ കരുതണം. ബിക്കോസ് നിങ്ങളുടെ ലാസ്റ്റ് ക്വാളിഫിക്കേഷൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് നിങ്ങൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, റൈറ്റ്? അതിനൊരു സൈസ് എന്ന് പറയുന്നത് 15 KB to 100 KB ആണ് ലെങ്ത്ത്. ആൻഡ് 150 ഇൻറ്റു ഞാനിവിടെ താമസിക്കുന്ന വീട്ടിലെ ചേട്ടൻ എവിടെയോ പോവാണ്. സോ പുള്ളി വണ്ടി എടുത്തതിൻ്റെ സൗണ്ടാണ് നിങ്ങൾ കേൾക്കുന്നത്. അതൊന്ന് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത് പറയാം. ഓക്കെ. ചേട്ടൻ ഇപ്പോൾ പോകുന്നു ഞാൻ വിചാരിക്കുന്നു. സോ പോയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കി പറയാം. ഇതൊക്കെ കണ്ടല്ലോ അല്ലേ? അതൊക്കെ ഞാൻ ഭയങ്കര പോസിറ്റീവ് ട്രീറ്റ്മെൻറ്റ് ചെയ്തതാണ്. എനിവേ ചേട്ടാ പോയി. അടുത്തതെന്ന് വെച്ചാൽ 150 to 200 പിക്സലിലാണ് അത് വരുന്നത്. അതായത് ജസ്റ്റ് ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ അത്ര ഉദ്ദേശിക്കുന്നുള്ളൂ. നിങ്ങളത് പോയി എടുക്കുക. ദെൻ ഇനി നമുക്ക് റിസർവേഷനിലേക്ക് വരാം. സോ റിസർവേഷൻ എന്ന് പറയുമ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ വരുന്ന എന്തൊക്കെയാണ്? കാസ്റ്റ് സർട്ടിഫിക്കറ്റ് വരുന്നുണ്ട്, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് വരുന്നുണ്ട്, ഇൻകം സർട്ടിഫിക്കറ്റ് വരുന്നുണ്ട്. ഇങ്ങനെ കുറച്ച് സർട്ടിഫിക്കറ്റ്സ് ഉണ്ട്. സോ നിങ്ങളുടെ പേരിലുള്ള എന്തൊക്കെ സർട്ടിഫിക്കറ്റ്സ് ഉണ്ട് അതെല്ലാമായിട്ടാണ് അക്ഷയയിൽ പോവാം. സോ ബേസിക്കലി ഞാൻ ആദ്യം പറഞ്ഞ മെയിൻ സർട്ടിഫിക്കറ്റ്സ് എല്ലാം കയ്യിൽ ഒറിജിനൽ കോപ്പി കരുതുക. ദെൻ ഇനി റിസർവേഷൻ ആണോ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് SC ST കമ്മ്യൂണിറ്റിക്കാരെ എടുക്കാം. ഫോർ എക്സാമ്പിൾ മാത്രമാണ് കേട്ടോ, അല്ലാണ്ട് നിങ്ങൾക്ക് കാസ്റ്റ് പറയുന്നതല്ല. അല്ലെങ്കിൽ വേണ്ട, OBCയിൽ OEC കാറ്റഗറി വരുന്നവരെ എടുക്കാം. സോ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ജനറലിൽ തന്നെയാണെന്നുണ്ടെങ്കിൽ എക്കണോമിക്കലി വീക്കർ സെക്ഷനിൽ വരുന്ന ആളുകളുണ്ട്. ഇതൊന്നും നമ്മുടെ കുറവുകളായിട്ട് നമ്മൾ കാണാൻ പാടില്ല. അയ്യോ കണ്ടോ, എന്നെ മാത്രം, ഞങ്ങളുടെ കാറ്റഗറിക്കാർ മാത്രമാണോ റിസർവേഷന് വരുന്നത്? ഒന്നും ചിന്തിക്കണ്ട. നമുക്കെല്ലാവരും എത്ര നമ്മൾ കാസ്റ്റൊക്കെ പണ്ടത്തെ കാര്യങ്ങളല്ലേ. ഇപ്പം നമ്മളതൊന്നും നോക്കേണ്ട കാര്യമില്ല. ഇപ്പം നല്ലവനൊന്നും ചീത്തവനൊന്നും എല്ലാം കണക്കാണ്. സോ അപ്പം നമ്മൾ കാസ്റ്റ് ഒന്നും നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. സോ അപ്പം അത് വിട്ടേക്കുക. പിന്നെ നമുക്ക് എഡ്യൂക്കേഷൻ പേർപ്പസ് ആണല്ലോ. സോ അപ്പം നമ്മൾ കുറച്ച് ഇതിൽ റിസർവേഷൻസും കാര്യങ്ങളൊക്കെ പണ്ട് കാലം തൊട്ടേ നമ്മുടെ പൂർവികർ ചെയ്ത മഹത്വത്തിൻ്റെ പിന്നിൽ ഇപ്പോഴും ജനറൽ കാറ്റഗറി വരുന്ന ആളുകൾക്ക് റിസർവേഷൻസ് അവർക്കില്ല. ആക്ച്വലി അത് ഭയങ്കര ബോറാണ്. ഞാൻ വിഷയത്തിൽ നിന്ന് തെന്നി മറന്നു. എന്നാലും ഇതൊന്ന് പറഞ്ഞേക്കാം, ബിക്കോസ് നിങ്ങളും കേൾക്കുക. സോ ഇപ്പം നമ്മുടെ പണ്ടത്തെ കാലത്ത് എന്തൊക്കെയോ തരത്തിൽ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കാസ്റ്റിൻ്റെ ബേസിൽ കിടന്നുകൊണ്ട് അടി ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും സ്റ്റിൽ ജനറൽ കാറ്റഗറിയിൽ എക്കണോമിക്കലി വീക്കറായിട്ട് നിൽക്കുന്ന, ഫിനാൻഷ്യലി ഒന്നും തന്നെ ഇല്ലാത്ത ആളുകളുടെ അടുത്ത് നിങ്ങൾ 1000-ൽ 1-ാം റാങ്ക് വാങ്ങിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടൂ എന്ന് പറയുന്ന വെറും വേഴ്സ്റ്റ് ആയിട്ടുള്ള ഓരോ സിറ്റുവേഷനാണ്. കാര്യം അവർക്ക് എഡ്യൂക്കേഷൻ അത്രയും പഠിച്ച് നല്ല മാർക്ക് അവർ വാങ്ങിച്ച് നിന്നിട്ട് പോലും അവർക്ക് നല്ലൊരു അഡ്മിഷൻ എങ്ങും കിട്ടുന്നില്ല. അത് ഭയങ്കര കഷ്ടമാണ്. എക്സ്ട്രാ ഫീസ് കൊടുക്കേണ്ടി വരുന്നു. സോ ഇപ്പം നമുക്ക് പറയാൻ പറ്റും അവർക്ക് എക്കണോമിക്കലി വീക്കർ സെക്ഷനിൽ വെച്ചാൽ എന്താ? എല്ലാവരുടെയും ലൈഫ് സ്റ്റൈൽ നമ്മൾ പറയുന്ന പോലെ ഒന്നും അല്ല. ചിലപ്പോൾ ഗവൺമെൻറ് ജോലി ഉള്ളവർക്ക് ഒരു 50,000 രൂപ സാലറി കിട്ടുമെങ്കിൽ അവർ വീട് വെച്ചതിൻ്റെ 30,000 രൂപ സൊസൈറ്റിക്കാർ പിടിക്കുകയാണെങ്കിലുള്ള അവസ്ഥ നല്ല ചോദിക്കുകയും വല്ല ഗുണമുണ്ടോ? ദാറ്റ്സ് ഇറ്റ്. അത്രയും നമ്മൾ ചിന്തിച്ചാൽ മതി. സോ റിസർവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും റിസർവേഷനൊക്കെ ഇൻകം ബേസിൽ മാറ്റേണ്ട സമയമായിട്ടുണ്ട്. ഈ കാസ്റ്റ് ബേസ് റിസർവേഷൻസ് മാറ്റി വെച്ചിട്ട് ഇൻകം ബേസ് റിസർവേഷൻസ് ഒക്കെ ആവേണ്ട സമയമായി കഴിഞ്ഞു. കാര്യം ഞാൻ ഒരു കമൻറ്റ് സെക്ഷൻ ഈയിടെ നോക്കിയ സമയത്ത് ജനറലിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ടൊരു വിഷാദമായി ഒരു കമൻറ്റ് ഞാൻ കണ്ടു. ഭയങ്കര സങ്കടം തോന്നി. ബിക്കോസ് ശരിയാണല്ലേ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. സോ റിസർവേഷൻ്റെ കേസ് വരുമ്പോഴത്തേനും ജനറലിൽ തന്നെ എക്കണോമിക്കലി വീക്കർ സെക്ഷൻസ് ഉണ്ടാവാം. ജനറൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ഈഴവ അങ്ങനെ
നായർ അങ്ങനത്തെ കുറച്ച് കാസ്റ്റുകളുണ്ടല്ലോ. മുസ്ലിം കാറ്റഗറിയിൽ തന്നെ ഈ എക്കണോമിക്കലി വീക്കർ അത് വെക്കുക. എക്കണോമിക്കലി വീക്കർ സെക്ഷൻ സർട്ടിഫിക്കറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും മുതിർന്ന ആളുകളോട് ഡിഗ്രിക്കോ വല്ലതും പോയവരോട് ചോദിക്കുക. അവർ സ്കോളർഷിപ്പോട് കൂടി പഠിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് കുറവ് ഫീസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ. നിങ്ങൾക്ക് മെറിറ്റിലെ എക്സാം എഴുതി നിങ്ങൾക്ക് മെറിറ്റിൽ അഡ്മിഷൻ കിട്ടുന്ന ഏതൊരു കുട്ടിക്കും കുറവ് ഫീസാണ്. പിന്നെ കുറച്ചും കൂടെ കുറവ് ഫീസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്ന സ്പെഷ്യൽ റിസർവേഷന് വേണ്ടിയിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യാൻ പറയുന്നത്. സോ ഒന്നാമത്തെ കേസ് ജനറലിൽ അല്ലെങ്കിൽ മുസ്ലിം, ഈഴവ അങ്ങനെ കുറച്ച് കാസ്റ്റുകളിൽ ഏത് കാസ്റ്റ് ആയാലും എക്കണോമിക്കലി വീക്കർ സെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ്. പിന്നെ OBC കാറ്റഗറി അറിയാമല്ലോ, OBC ആരൊക്കെയാണെന്നുള്ളത്. OBC കാറ്റഗറിയിൽ വരുന്ന OEC കാറ്റഗറീസ് ഉണ്ട്. OBCയിൽ തന്നെ OEC വരുന്നുണ്ട്. സോ അങ്ങനെയുള്ള ആളുകൾക്ക് നോൺ ക്രിമി ലെയർ സർട്ടിഫിക്കറ്റ് ഉണ്ട്. സോ അത് നിങ്ങൾ താലൂക്കിലോ, തഹസീൽദാരാണ് അത് സൈൻ ചെയ്യുന്നത്. ഐ തിങ്ക് തഹസീൽദാരാണെന്ന് തോന്നുന്നു, അതോ വില്ലേജ് ഓഫീസറാണോ, ആരാണ്ടാണ് സൈൻ ചെയ്യുന്നത്. സോ അത് ഇല്ലാത്തവരാണെങ്കിൽ അത് വെക്കണം, നിങ്ങൾക്ക് നല്ല ഗുണം ചെയ്യത്. ഓക്കെ. പിന്നെ ഇൻ്റർകാസ്റ്റ് മാരേജ്, അമ്മയും ഇൻ്റർകാസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. അതിൽ ഇൻ്റർകാസ്റ്റിൽ തന്നെ അച്ഛനോ അമ്മയോ SC/ST കമ്മ്യൂണിറ്റിയിൽ വരുന്നതാണെന്നുണ്ടെങ്കിൽ അത് പ്രൂവ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ്. ഇതൊക്കെ എങ്ങനെയാണ് ചേച്ചി പ്രൂവ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ്? നിങ്ങൾ ജസ്റ്റ് വില്ലേജ് ഓഫീസിൽ പോയി തിരക്കിയാൽ മതി. ഇന്ന പോലൊരു ആവശ്യമുണ്ട്. ഇനിയിപ്പോൾ സമയമില്ല, എന്നാലും ഇനിയായാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് ഇപ്പോൾ അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യും. മേ ബി ഓൺലൈൻ ആപ്ലിക്കേഷൻ ചിലപ്പോൾ വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാം അല്ലേ. ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യേണ്ട സമയമൊക്കെ വരുന്നതേ ഉള്ളൂ. ഐ തിങ്ക് അത് ഡിഫക്റ്റ്, ഇനി ആ അപ്ലോഡ് ചെയ്ത ഡോക്യുമെൻറ്റിൽ എന്തെങ്കിലും തരത്തിൽ ഡിഫക്റ്റുകൾ ഉണ്ടെങ്കിൽ ടൈം നമുക്ക് അലോട്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾ ഇന്ന് പോകാമെങ്കിൽ നിങ്ങൾക്ക് അത്രയും നല്ലത്. നിങ്ങൾ ഇല്ലാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ പോയി അങ്ങ് അപ്ലോഡ് ചെയ്തു. എന്നിട്ട് നമുക്ക് ആ ഒരു സമയം ചിലപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് യൂസ്ഫുൾ ആയിരിക്കില്ലേ. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ അച്ഛനോ അമ്മയോ SC/ST കമ്മ്യൂണിറ്റിയിലാണ് വരുന്നത്, അച്ഛനോ അമ്മയോ ആരെങ്കിലും ഒരാൾ ഇൻ്റർകാസ്റ്റ് ചെയ്ത SC/STയിലാണെന്നുണ്ടെങ്കിൽ അത് പ്രൂവ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ്. നമ്മുടെ പേരൻസ് ആരെങ്കിലും സർവീസ്മെൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ്. പിന്നെ നിങ്ങൾ സ്പോർട്സിൽ വിദഗ്ധന്മാരാണെന്നുണ്ടെങ്കിൽ ആ സർട്ടിഫിക്കറ്റ്. ബിക്കോസ് നമുക്ക് അഡ്മിഷൻ്റെ സമയത്ത്, അലോട്ട്മെൻറ്റിൻ്റെ സമയത്ത് സ്പോർട്സ് കോട്ടയുണ്ട്. സ്പോർട്സ് കോട്ടയിൽ അഡ്മിഷൻ കിട്ടുന്നവരുണ്ട് കുറേ പേര്. ഇത് മെയിൻലി വരുന്നത് നമ്മുടെ ഗവൺമെൻറ് കോളേജുകളിലായിരിക്കും മെയിൻലി. അത് ഭയങ്കരമായിട്ട് ഗുണം ചെയ്യും ഗവൺമെൻറ് കോളേജസിലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ NCC അങ്ങനത്തെ കുറേ നമ്മുടെ സർവീസുകളിലൊക്കെ സർവീസ് ചെയ്തിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ, അങ്ങനത്തെ കേഡറ്റുകളാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആ സർട്ടിഫിക്കറ്റൊക്കെ അപ്ലോഡ് ചെയ്യുക. അതിനൊക്കെയുള്ള ഓപ്ഷൻസ് ഉണ്ടാവും. നിങ്ങളുടെ എല്ലാ പ്രൂഫും നിങ്ങൾ വാരി എടുത്തുകൊണ്ട് പൊക്കും, ഒരു കുഴപ്പമില്ല. നിങ്ങൾ പോയിട്ട് അവിടെ ചെന്നിട്ട് ഇത് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യാൻ പറ്റുമോ അവരോട് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞു തരും നിങ്ങൾക്ക്. ആൻഡ് ഇത്രയാണ് മെയിൻ കാര്യങ്ങൾ. സോ ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമുക്കിപ്പം ഓൺലൈൻ ആപ്ലിക്കേഷൻ നടക്കുന്നു, നമ്മുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സോ ആ ഡോക്യുമെൻറ്റ്സ് ക്ലിയർ ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഇഫ് നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സിൽ എന്തെങ്കിലും ഡിഫിക്കൽട്ടീസോ അല്ലെങ്കിൽ നിങ്ങളുടെ ഡോക്യുമെൻറ്റിൽ എന്തെങ്കിലും തരത്തിൽ ഡിഫക്റ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ CE വെബ്സൈറ്റ് എടുക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും. പോർട്ടലുണ്ട്, പ്രോസ്പെക്റ്റുകളുണ്ട്, അങ്ങനെ നോട്ടിഫിക്കേഷൻ, അങ്ങനെ കുറച്ച് കാര്യങ്ങളില്ലേ. അതിൽ കാൻഡിഡേറ്റ് പോർട്ടൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങളുടെ ഡിഫക്റ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അവർ ഡിസ്പ്ലേ ചെയ്യും, അവിടെ കാണിക്കും നമുക്ക്. സോ അവിടെ പോയിട്ട് നമുക്ക് ഇന്ന പോലെ നോട്ടിഫിക്കേഷൻ ചിലപ്പോൾ വരും, ഇന്ന പോലെ ഡിഫക്ട്സ് ക്ലിയർ ചെയ്യാനുള്ള ഡേറ്റ് ഇത്ര വരെയാണ്, ഇപ്പോൾ ഡിഫക്റ്റ് ക്ലിയർ ചെയ്യുക. അപ്പോൾ നമ്മൾ തന്നെ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ആവശ്യമാണ് നമുക്ക് നല്ലൊരു കോളേജ് അഡ്മിഷൻ കിട്ടുക, നമ്മളൊരു LLB കോഴ്സിലേക്ക് കടന്ന് ചെല്ലുക, അത് പഠിക്കുക എന്നുള്ള നമ്മുടെ ആവശ്യം. സോ നിങ്ങൾ റെഗുലറായിട്ട് എന്ത് ചെയ്യുക? CE വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക. നിങ്ങളുടെ ആപ്ലിക്കേഷൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നിങ്ങളുടെ പാസ്വേഡും കാര്യങ്ങളൊക്കെ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ സൂക്ഷിച്ച് വെക്കുക. അതൊന്നും മറന്നു പോകരുത്. അത് നല്ല വൃത്തിയായിട്ട് ആരെങ്കിലും ഒന്നെങ്കിൽ എഴുതി വെക്കുക, എവിടെയെങ്കിലും സൂക്ഷിച്ചു വെക്കുക. അതൊക്കെ ഭയങ്കര ആവശ്യമാണ്. നാളെ ആയാലും നിങ്ങൾക്കൊരു ആവശ്യം വന്ന് കോളേജിൽ പോകേണ്ട സമയത്ത് ആ മെമ്മോ ഒക്കെ അലോട്ട്മെൻറ്റ് മെമ്മോ ഒക്കെ ഒന്ന് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ വിച്ച് യൂസ്ഫുൾ ആയിരിക്കും. സോ കാൻഡിഡേറ്റ് പോർട്ടലിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ എന്തുണ്ട് അതും പാസ്വേഡും നിങ്ങൾ മസ്റ്റായിട്ടും ഓർത്ത് വെക്കുക. അത് അടിച്ചു കൊടുക്കുന്ന സമയത്ത് കാൻഡിഡേറ്റ് പോർട്ടലിൽ നിങ്ങളുടെ ഡിഫക്റ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത്ര ടൈം പീരീഡിനുള്ളിൽ അത് കാണിക്കും. ഇത്ര സമയം അലോട്ട് ചെയ്ത് ക്ലിയർ ചെയ്യാൻ പിന്നെ പറ്റത്തില്ല. സോ അത് ക്ലിയർ ചെയ്യാനുള്ള അവസരമുണ്ട്. ഇപ്പം നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യേണ്ട, അതായത് ഓൺലൈൻ ആപ്ലിക്കേഷൻ സമയം ഓഗസ്റ്റ് 2 വരെയാണ്. സോ നിങ്ങൾ ഇന്ന് തന്നെ പോയിട്ട് നിങ്ങൾക്ക് വേണ്ട ഏതെങ്കിലും ഈ പറഞ്ഞ ഡോക്യുമെൻറ്റ്സ് മിസ്സിംഗ് ആണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും അപ്ലൈ ചെയ്യുക. സോ എക്സ്റ്റെൻഡ് ചെയ്യേണ്ട സമയത്ത് നമുക്കതൊന്ന് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവാം. സോ അത് നമ്മൾ ചാൻസ് ആണ്, അത് നമുക്ക് യൂസ്ഫുൾ ആയേക്കാം. സോ നിങ്ങൾ എത്രയും പെട്ടെന്ന് അത് ചെയ്യാം. പിന്നെ എക്സാം എന്ന് പറയുമ്പോൾ 18 അല്ലേ. 18 നമുക്കറിയാം ആരാണ് 1ാം റാങ്ക് നേടുന്നത്, ആരാണ് ലാസ്റ്റ് റാങ്ക് നേടുന്നതെന്നൊക്കെ നമുക്ക് മനസ്സിലാവാം. സോ സമയമുണ്ട്, സമയം തീരെ കുറവാണ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ പേടിപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, ഇന്നിപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ 1 ആവും, 2 ദിവസത്തിനുള്ളിൽ. സോ
പിന്നെ 15 ദിവസം കഷ്ടിച്ചുകൊണ്ട് നമുക്ക് പഠിക്കാൻ. സോ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ വയനാട്ടിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. നമുക്കറിയാം, എല്ലാവരും ഇപ്പോൾ ഉരുൾപൊട്ടലൊക്കെ അല്ലേ, മഴയൊക്കെ അല്ലേ, എക്സാമൊക്കെ മാറ്റി വെച്ചാലോ എന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ ഉള്ളിൽ വരുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ അങ്ങനെ പ്രതീക്ഷിച്ച് നിങ്ങൾ ഇരിക്കേണ്ട. മഴയുടെ കാര്യമാണ് ഏത് നിമിഷവും തന്നെ. ഇന്നിപ്പോൾ മഴയില്ല, ഏത് നിമിഷവും മഴ തോരാം, മഴ പെയ്യാം. സോ ആ ഒരു ഇതിലാണ് നിൽക്കുന്നത്. ഏത് നിമിഷവും പൊട്ടാണ്ടിരിക്കാം. അതൊക്കെ നേച്ചറിൻ്റെ ഓരോ കാര്യം, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്ത് പറയാൻ പറ്റത്തില്ല. ഓക്കെ, നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നത് പലതും തെറ്റിദ്ധാരണകളായി മാറിയേക്കാം. സോ അതുകൊണ്ട് നിങ്ങൾ ആ മഴയൊക്കെ ആയിരിക്കും എക്സാം മാറ്റം എന്നുള്ള പ്രതീക്ഷയിൽ പഠിക്കാണ്ടിരിക്കേണ്ട, പഠിക്കുക. പിന്നെ കഴിവതും മഴയൊക്കെയാണ്. സോ നിങ്ങളുടെ ഈ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ സെൻറ്റർ സെലക്ട് ചെയ്യാനുള്ള ഒരു ഇതുണ്ട്. നമ്മുടെ ഓപ്ഷനാണത്. നമ്മൾ അടുത്തുള്ള സെൻറ്ററുകളൊക്കെ സെലക്ട് ചെയ്യുക. നമുക്ക് കറങ്ങണമെന്നും പറഞ്ഞിട്ട് ആലപ്പുഴയുള്ള ആൾ തിരുവനന്തപുരത്ത് വെക്കാൻ നിൽക്കണ്ട. കാര്യം നിങ്ങൾക്ക് ഈ ട്രാവലിങ് ഈ മഴയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എക്സാം എൻട്രൻസ് എക്സാമാണ്. മേ ബി മാറ്റാണ്ടിരിക്കാം. സോ ചാൻസ് 50-50 ആണ്. മാറ്റാതിരിക്കാനാണ് കൂടുതലും സാധ്യത. ഒരു 20% ചാൻസ് ഉള്ളൂ. അത്രയും മഴയാണെങ്കിൽ മാത്രം മേ ബി മാറ്റുമായിരിക്കും. അത്രയും ദുരന്തങ്ങൾ എന്തെങ്കിലും നടക്കുവാണെങ്കിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ ഐ തിങ്ക് കാണാൻ സാധ്യതയില്ല. പിന്നെ വയനാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. ബിക്കോസ് നമ്മളെല്ലാവരും സേഫായിട്ട് ഒരു സ്ഥലത്തിരിക്കുമ്പോൾ അവരൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നു. ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യുക. ആൻഡ് അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, മഴയത്തൊന്നും ഇറങ്ങി കൂടുതൽ അസുഖങ്ങളും കാര്യങ്ങളും ഒന്നും വരുത്തി വെക്കാണ്ട് വീട്ടിനുള്ളിൽ തന്നെ മാക്സിമം ഇരിക്കാൻ ശ്രമിക്കുക. സേഫ് ആയിട്ടുള്ളൊരു സ്ഥലം, നിങ്ങളുടെ വീട്ടിൽ വെള്ളം പൊങ്ങുന്ന എന്തെങ്കിലും ഒരു സ്പേസ് ഉള്ള സ്ഥലമാണെന്നുണ്ടെങ്കിൽ മേ ബി ദുരന്തമല്ലേ, നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. സോ നിങ്ങൾ സേഫായിട്ടുള്ള സ്ഥലത്തിരിക്കുക. ടേക്ക് കെയർ ചെയ്യുക സ്വന്തമായിട്ടും വീട്ടുകാരെയൊക്കെ. ആൻഡ് പഠിക്കാൻ, പിന്നെ അതുപോലെ തന്നെ പഠിക്കാൻ സമയം കണ്ടെത്താം. മഴയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കറണ്ടൊക്കെ, ഇൻവെർട്ടറും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത വീടുകളൊക്കെ ഉണ്ടാവും. സോ അപ്പം പഠിക്കുക. സമയം കിട്ടുമ്പോൾ സമയത്തിരുന്ന് പഠിക്കുക. നല്ല മാർക്കൊക്കെ വാങ്ങിച്ച് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവട്ടെ. ആൻഡ് വെൽക്കം ടു ഞങ്ങളുടെ കൂടെ. മീൻസ് ഞാനും പഠിക്കുന്നേ ഉള്ളൂ. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ലൈക്ക് ഷെയർ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. സോ താങ്ക് യു, ബൈ.